ആ ആ ഉമ്മ. ആ ആ ആ ഇന്നലെ വീണല്ലേ? ആ അതൊന്നും ഇല്ല മോളെ, ഈ ചെറുതായിട്ടൊന്ന് തലചുറ്റി വീണു. ഉമ്മ എനിക്ക് പ്രഷറിൻ്റെ ഗുളിക കഴിക്കാൻ മറന്നുപോയി. നമുക്ക് പിന്നെ പിടിപ്പെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ജോലികളല്ലേ, പിള്ളേരെ നോക്കണം. ഞാൻ പിന്നെ ഇതങ്ങ് വിട്ടുപോയി. അപ്പോഴേ ഞാൻ മുറ്റത്തോട്ടൊന്ന് ഇറങ്ങി, അപ്പോൾ ചെറുതായിട്ടൊന്ന് കറങ്ങി വീണല്ലോ. അപ്പോഴേ അവിടെ വന്ന് എന്നെ പിടിച്ച്. എന്താണമ്മ ഒന്നും ശ്രദ്ധിക്കൂല. എനിക്കാണെങ്കിൽ ഇത് കേട്ടിട്ട് ഇവിടെ ഇരുന്നിട്ട് ഉറങ്ങാനും പറ്റുന്നില്ല, ഒന്നും കഴിക്കാൻ പോലും തോന്നില്ല. എനിക്കാണെങ്കിൽ ഉമ്മയെ കാണാനുള്ള ഒരു ഇതിലായിരുന്നു ഞാൻ നിന്നത്. മറിഞ്ഞ് വീഴുകയും ചെയ്ത്. ഓ കുഴപ്പമൊന്നുമില്ല മക്കളെ, കുഴപ്പമൊന്നുമില്ല. ആ ആ ആ ഇക്ക വിളിച്ചപ്പോഴാണ് പറയണത് ഇങ്ങനെ. ഞാൻ അത് കഴിഞ്ഞിട്ട് ആ കോള് വന്നതിന് ശേഷം ഒരുപോലെ കണ്ണടച്ചിട്ടില്ല, ഉമ്മയെക്കുറിച്ച് തന്നെ ആലോചിച്ചിരിപ്പായിരുന്നു. ആ മോൻ പറഞ്ഞാ? ആ അവ ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. ആ അങ്ങനെ വേറെ പേടിക്കാനൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വീണതാണ്. ഇളയ മരുമോള് വിളിച്ചങ്ങ് ഒലിപ്പിക്കാനെന്ന് തോന്നുന്നു. നമ്മക്കൊന്നും ഒരു വിലയില്ലേ, എന്നും കാണണല്ലേ, അതാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നിനി എന്തൊക്കെയാണോ എന്തോ ഇന്നത്തെ കുശലാന്വേഷണം. ഇനിയെങ്കിലും സൂക്ഷിക്കണം കേട്ടോ. സമയത്തും കാലത്തൊക്കെ ഗുളിക കഴിക്കണം. ഗുളിക കഴിക്കാതെ ഒന്നും ഇരിക്കരുത്. എന്തെങ്കിലും പറ്റിപ്പോയ ആർക്കാണ് നഷ്ടം? ഞങ്ങൾക്കൊക്കെ അല്ലേ നഷ്ടം. അന്ന് അത് വല്ലപ്പോഴും നാട്ടിൽ വരുമ്പോഴാണ് ഉമ്മയെ ഒന്ന് കാണാൻ പറ്റണം. ഉമ്മ ഇങ്ങനെ ഹെൽത്ത് ഒന്നും നോക്കാതിരുന്ന എങ്ങനെയാണ് ഉമ്മ? ഞങ്ങൾ എന്തായാലും നാളെ അങ്ങോട്ട് വരണുണ്ട് കേട്ടോ. ആ ആ സൂക്ഷിക്കേട്ടാ. ഓ ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം. ഓ ഓ ഓ ഓ ശ്രദ്ധിച്ചോളാം. കൊച്ചിൻ്റെ ഒരു കാര്യം. ഓ ഓ ശരി ശരി. ആ ഇക്ക ഡ്യൂട്ടിക്ക് പോയി. ഞാൻ ഇനി പോട്ടെ, ഇറങ്ങട്ടെ. നല്ല ലേറ്റായി. ആ ഡ്യൂട്ടിക്ക് ആ സമയമായ? ആ പോയി എങ്കിൽ ഇനിയിപ്പോൾ നിന്ന് താമസിക്കണ്ട. ഇപ്പോൾ ഡ്യൂട്ടിക്കൊക്കെ പോയിട്ട് വന്നിട്ട് വിളിച്ചാൽ മതിയേ. ഓ ഓ ശരി ശരി. ആ ആ ശരി ഓക്കെ. പിള്ളേരെ ഓരോ കാര്യങ്ങൾ ഇച്ചിരി ആ കോഴിക്ക് ഞാൻ കൂടെ ചെന്നിട്ട് കൊടുക്കും. അതൊക്കെ പിന്നെ കാടേറിയതോടായി. ഉമ്മ ഇതെന്തെന്നാണ് ചെയ്യുന്നത്? ഒന്നാമത് വയ്യ, പറഞ്ഞാലും കേൾക്കൂല. ഉമ്മ നിങ്ങളത് എന്തോന്നാണ് അവിടെ ചെയ്യണത്? ഒന്നാമത് വയ്യാത്തതല്ലേ, അകത്ത് കയറി പൊക്കൂടെ? നാട്ടുകാരെന്തോന്ന് പറയും. ഞാൻ എല്ലാ പണിയും ഞാൻ എടുപ്പിക്കണം എന്നല്ലേ പറയുള്ളൂ. വയ്യാതെ ഓരോരോ പരിപാടികളായിട്ട് നിൽക്കുകയാണ് രാവിലെ. നിങ്ങൾ ഒന്ന് കയറിപ്പോ ഉമ്മ. പെണ്ണിൻ്റെ കാര്യം എന്തരാണ്? ഓ ഞാൻ 2 പില്ല് എൻ്റെ മുറ്റത്തിറങ്ങി ഞാൻ 2 പില്ല് കുറച്ചെന്നും പറഞ്ഞ് എനിക്കെന്തെങ്കിലും പറ്റിപ്പോകും. ഞാൻ ഇത്ര നേരം അകത്തിരിക്കുകയല്ലായിരുന്ന? എൻ്റെ മുറ്റത്തിറങ്ങി ഞാൻ പില്ല് കുറഞ്ഞാൽ എനിക്കൊന്നും വരെയൊന്നുമില്ല. നീ പോവാ ചേട്ടന്. എന്നാൽ അത് ഇന്നലെ തലയിറങ്ങി വീണതേ, പറഞ്ഞാലും കേൾക്കില്ല. എന്താണ് അവിടെ മരുമോളും ഉമ്മായും? ഓ എന്തിന് പറയാ, രാവിലെ എന്നെ ഭരിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓ എൻ്റെ ഇളയ ചെറുക്കൻ്റെ പെണ്ണാണെങ്കിൽ അവളങ്ങ് ദുബായിലല്ലേ. അവളാണെങ്കിൽ ഒരു പഞ്ചപാവ. എന്നെ ഒരു ഒരു ചെറിയ ഒരു വഴക്കുപോലും അവൾ പറയുന്നു. അവളെ എപ്പോഴും എൻ്റെ ആ കാര്യങ്ങളൊക്കെ വിളിച്ച് അന്വേഷിക്കും. മരുന്ന് കഴിച്ചാ, ഉറങ്ങിയാ, കഴിച്ചാ, അതൊക്കെ വിളിച്ച് ചോദിക്കും. ഓ ഇതൊരു മൂശേട്ടായി. അത് സമയവും വഴക്ക്. എന്തെങ്കിലും ചെയ്താലോ അതിന് കുറ്റവും. എന്തിനു ചെയ്യാൻ പറ്റും പിള്ളേരിങ്ങനെ ആയത്. എൻ്റെ മറ്റേ കൊച്ചു ഇങ്ങനെ വന്നെങ്കിൽ ഉടനെ വരുമെന്ന് പറയാനായിട്ട്. ഓ ഈ ചെറിയ അത്തിയില്ലേ, മുന്തിരി. ആ ഇതൊന്നും എടുത്ത് പിള്ളേരെടുത്ത് ഇവിടുത്തെ പിള്ളേരെടുത്ത് തിന്നണ്ടെന്ന് പറയട്ടാ. കൊച്ചുങ്ങളെ വരുമ്പോൾ അവിടെ ഒന്നും ഇതൊന്നും കിട്ടാത്ത സ്ഥലങ്ങളാണ്. നല്ല നാച്ചുറൽ ആയിട്ടുള്ള സാധനമാണ്. നമ്മൾ ഒരു വളവും ഇല്ലാതെ കെമിക്കലൊന്നും അടിക്കാതെ ആ പിള്ളേർ വരുമ്പോൾ കൊടുക്കാനുള്ളതാണ്. ആരും എടുത്ത് കഴിച്ചൊന്നും കളയരുത് കേട്ടാ. ഓ ഉമ്മാരെ വിചാരമുണ്ട് അവിടെ ഒന്നും കിട്ടൂല. ഇവിടുത്തെ പിള്ളേരെ ഇനി വേണ്ട, ഇനി അവിടുത്തെ പിള്ളേരുണ്ട്. എന്തെങ്കിലും ആവട്ടെ, എടുത്തൊക്കെ വെക്കട്ടെ. ഓ ഇവിടെ ആരും തിന്നല്ല, മാറ്റി വെച്ചേക്കാം. ആ പിള്ളേർക്കുള്ള റൂമൊക്കെ റെഡിയാക്കിയായിരുന്ന? വാ. പിന്നെ മോൾക്കും മോനും അവർക്ക് രാവിലെ ഇടിയപ്പമാണ് ഇഷ്ടം. ഇടിയപ്പവും ചിക്കൻ കറിയും അത് റെഡിയാക്കി വെക്കണം.
ഇനി പിടിപ്പത് പരിപാടികളുണ്ടല്ലോ. ഓ, അവളെ വിളിച്ച് പറഞ്ഞില്ലല്ലോ. ഇനി ഫോൺ എവിടെ? പാത്തുവിനെ വിളിച്ച് പറയണം. ഹലോ, ആ പാത്തു അല്ലേ? ആ പാത്തു, നാളെ മക്കള് ദുബായിൽ നിന്ന് വരണുണ്ട് കേട്ടാ. ഓ, അപ്പോഴ് നീ രാവിലെ വരുമോ? മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വരാനുണ്ട്. രാവിലെ അല്ല, ഒന്ന് ഉച്ച കഴിഞ്ഞിട്ട് നീ ഒന്ന് വരാൻ നോക്ക്. ഓ, കുറച്ച് മുറ്റമൊക്കെ അടിച്ച് വരണം, റൂമുകളൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. നീ അപ്പൊ പെട്ടെന്ന് വരാൻ നോക്ക് കേട്ടാ. എന്തോന്ന് സൗണ്ട്? ഉമ്മ, ഉമ്മ, അതോ എണീക്കും പതുക്ക. ആ, കാല് പോയെന്നാണ് തോന്നണ. ആ, എത്തിയാ? വരും അകത്തോട്ട് വരും. ഓ, ഇരിക്കേ, ഞാൻ വെള്ളം എടുക്കാം കേട്ടാ. അപ്പൊ നിങ്ങൾ ഉമ്മാരെ കാര്യം അറിയാൻ വഴിയില്ലല്ലോ. നിങ്ങൾ വരുമെന്ന് പറഞ്ഞു വെച്ചതിന് ശേഷം ഇവിടെ മുറ്റം തൂക്കാനുള്ള ജോലിക്കാരിയെ വിളിച്ചുകൊണ്ട് സ്റ്റെയറിന്റെ മുകളിലോട്ട് കയറുന്ന ഞാൻ കണ്ടു. പിന്നെ സംഭവിച്ചത് മറിഞ്ഞ് വീണ സൗണ്ട് കേട്ടാണ് ഞാൻ ഓടിച്ചെന്നത്. കാലിന്റെ എല്ലൊന്ന് ചെറുതായിട്ട് തെറ്റി, കാലിന്റെ കുഴ ഇതാ ഇവിടെ കിടപ്പുണ്ട്. വരി. അത് നമ്മൾ അറിഞ്ഞില്ലല്ലേ, നമ്മുടെ യാത്രയുടെ തിരക്കിലും ഒഴുക്കത്തിലായിരുന്നു. കണ്ടിട്ട് വരാം. നിങ്ങൾ എത്തിയാ? എന്താ സൂക്ഷിച്ചൊക്കെ നടക്കണ്ടായിരുന്നോ? സൂക്ഷിച്ചൊക്കെ തന്നെ മക്കളെ നടന്നു. ഇനിയിപ്പോ വരാനുള്ള വഴി തങ്ങൂലല്ലോ. ചെറിയ വേദന ഉണ്ട്. ഞാൻ ഫോൺ വിളിക്കുമ്പോഴേ പറയണതാണ്, സൂക്ഷിക്കണേ അമ്മ, സൂക്ഷിക്കണേ അമ്മ പറഞ്ഞിട്ട് ഇപ്പൊ എന്തോന്ന് കാര്യം. നല്ല വേദന ഉണ്ടല്ലേ അമ്മ? ലേശം. ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് പോണം. മരുന്നൊക്കെ കൊടുത്തായിരുന്നോ? ഗുളിയ മരുന്നൊക്കെ കൊടുത്തു. എന്നാലും വലിയ കഷ്ടമായി പോയല്ലോ. ഇനി എന്ത് ചെയ്യും? ഇനി വെക്കേഷൻ എങ്ങനെയാണ് ടൂറ് പോണത്? നിങ്ങൾ ടൂറ് പോകാൻ തയ്യാറായല്ലേ വരണത്? അല്ലേ എങ്ങനെ നമ്മളിനി പോവും? ഉമ്മ ഇങ്ങനെ കിടക്കയില്ലേ? നോക്കാം, എല്ലാവർക്കും കൂടി ആലോചിച്ചിട്ട് നോക്കട്ടെ. ഇനിയിപ്പോൾ നിങ്ങൾ എന്നെ കരുതിയിട്ട് യാത്രയൊന്നും മാറ്റി വെക്കണ്ട. നിങ്ങളൊക്കെ പോയിട്ട് വരി, കുഴപ്പമില്ല. ഒന്നുമില്ലെങ്കിൽ നിങ്ങളെ വാപ്പ കൂടെ ഉണ്ടല്ലോ. അത് മതി. നിങ്ങളെന്നാ എല്ലാവരും പോയിട്ട് വരി. സന്തോഷത്തോടെ പോയിട്ട് വരും. നാളെയല്ലേ പോണം? പോയിട്ട് വരും. ഉമ്മ ഇനിയിപ്പോൾ വേറൊരു ദിവസം എല്ലാവർക്കും കൂടി പോകും. ശരി, നിങ്ങളിവിടെ ഇരിക്കും, ഞാൻ കുടിക്കാനുള്ളതൊക്കെ എടുത്തിട്ട് വരാം. അപ്പൊ നമുക്ക് നാളെ പ്ലാൻ ചെയ്തേക്കുന്നപ്പോ വേണ്ടെന്നൊക്കെ അല്ലേ? ആലോചിക്കാം. നിങ്ങളിത് എന്തൊരു ഭാവിച്ചിട്ടാണ് മനുഷ്യ പറഞ്ഞത്? നമ്മൾ ആകെ മൂന്നാറിൽ പോണമെന്ന് കരുതിയിട്ടല്ലേ വന്നത് തന്നെ. ഉമ്മ പറഞ്ഞല്ലോ ഉമ്മക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ പോയിട്ട് വാ മക്കളെ എന്ന് പറഞ്ഞില്ലേ. പിന്നെ ഇക്കാക്ക് എന്തോന്ന് ഇത്ര പ്രശ്നം? എനിക്ക് അവരെ നോക്കി ഇവിടെ നിൽക്കാനൊന്നും പറ്റൂല. അതിനല്ല ഞാൻ വന്നത്. നിങ്ങൾക്കറിയാലോ, ആകെ ഒരാഴ്ചത്തെ ലീവാണുള്ളൂ. എന്തായാലും എനിക്ക് പറയാൻ പറയും, എനിക്ക് മക്കൾക്ക് പോയേ പറ്റുള്ളൂ. ഞങ്ങൾ പോവാനായിട്ട്. അല്ല മനുഷ്യ, നിങ്ങൾക്ക് ഇനി എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടോ അവരോടൊപ്പം? എങ്കിൽ നിങ്ങളും പോയി. ഞാനിവിടെ ഒറ്റയ്ക്ക് കിടക്കില്ല. എൻ്റെ കാര്യം ഞാൻ ജനിക്കുമ്പോഴും ഒറ്റയ്ക്കാണ്, മരിക്കുമ്പോഴും ഒറ്റയ്ക്കാണ്. ഇനി നിങ്ങളെ ഹാപ്പിനെസ് കളയണ്ട. എനിക്ക് എങ്ങോട്ടും പോണ്ട. രാവിലെ ആരും കാണൂലല്ലോ. ഈ ചിത്തിരി ചായ അത് കുടിക്കണം. കാലിന്റെ കെട്ടൊക്കെ വന്നല്ല. മോള് പോയില്ലായിരുന്നാ? ഉമ്മ ഈ ചായ കുടിക്ക്. അവരൊക്കെ പോയായിരുന്നോ?
അവരൊക്കെ പോയി, ഞങ്ങൾ പോയില്ലമ്മ. നാട്ടിൽ ഞങ്ങൾ എപ്പോഴും ഉണ്ടല്ലോ, എപ്പം വേണമെങ്കിലും മൂന്നാറാ ഊട്ടിയാ എവിടെയാന്ന് വെച്ചാൽ പോകാം. അവർ വല്ലപ്പോഴും വരണതല്ലേ, അവരെല്ലായിടത്തും പോയിട്ടൊക്കെ വരട്ടുമ്മ. ഞങ്ങൾക്ക് ഇനി സമയമുണ്ടല്ലേ, ഇമ്മരെ കാലൊക്കെ ശരിയായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒത്തു പോവാം. ഞാൻ അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്, അങ്ങോട്ട് ചെല്ലട്ടെ. മോള് പോയി എന്തെങ്കിലും ഉണ്ടാക്കി. ഇതാണ് പറയണത്, മുഖത്തൊക്കെ ശകാരിക്കുകയും ഓരോന്ന് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും അവൾക്ക് എൻ്റെ അടുത്ത് സ്നേഹമില്ല. എന്നാൽ അങ്ങ് കിടന്നോളാണെങ്കിൽ അടിക്കടി വിളിച്ച് എന്നെ തേനൊലിപ്പിച്ചുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് എന്നെ മയക്കി. അവളെ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാർത്ഥമായിട്ട് ഒരു തുള്ളി സ്നേഹം ഞാൻ കണ്ടില്ല. എന്നും എൻ്റെ കൂടൊപ്പം ഉള്ളത് എവള് മാത്രമായിരിക്കും. അല്ലെങ്കിലും പണ്ടുള്ളവർ പറയണ ശരിയാണ്, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് നമുക്ക് തോന്നും. അക്കരെ പച്ച. ഈ കാലിൽ ഇത് വന്ന എന്തായാലും ഒരു കണക്കിന് നന്നായി. എനിക്ക് പടച്ചോൻ തിരിച്ചറിവ് തന്നതാണ്.